മുഹറം 10 കർബല ദിനം. ഇസ്ലാമിക ചരിത്രത്തിലെ കറുത്ത അധ്യായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം കണ്ണീരിൻ്റെ കടൽ തീർത്തത് അവിടെയായിരുന്നു. പ്രിയപ്പെട്ട ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു തീരാത്ത നോവായി നൊമ്പരമായി യാത്ര ചൊല്ലിയതും അവിടുന്നായിരുന്നു. കർബല ജീവനും ജീവിതവുമാണ്, സമരവും രക്തസാക്ഷിത്വവുമാണ്, വിമോചനവും സ്വാതന്ത്ര്യവുമാണ്, ജീവിതത്തിൻ്റെയും വീണ്ടെടുപ്പിനുള്ള പ്രതീക്ഷകളാണ്. ആദം നബിയുടെ തൗബ സ്വീകരിച്ചത്, നൂഹ് നബിയുടെ കപ്പൽ ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടത്, സുലൈമാൻ നബിക്ക് അധികാരം ലഭിച്ചത്, യൂനുസ് നബിയെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത്, മൂസാ നബിക്ക് ചെങ്കടൽ പിളർന്നു കൊടുത്തത്, ഇബ്രാഹിം നബി തീക്കുണ്ടിൽ നിന്നും രക്ഷപ്പെട്ടത്, യൂസഫ് നബി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത്, ഭൂമിയിൽ ആദ്യമായി മഴ വർഷിച്ചത്, യഅ്കൂബ് നബിയുടെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്സൂമാണെന്നുള്ള പ്രഖ്യാപനമുണ്ടായത്, ഇതൊക്കെ തന്നെയും മുഹറം 10-നാണ്. റമളാനിന് ശേഷം പവിത്രമായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ്. മുഹറം 10-നാണ് ആശുറാ എന്ന് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശുറാ ദിവസത്തേക്കാൾ മറ്റൊരു നോമ്പിനെയും പരിഗണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിനു മുമ്പ് മുഹറം 10-ന് ആശുറാ നോമ്പ് നോൽക്കുക എന്നത് നിർബന്ധമായിരുന്നു. പിന്നീട് റമളാൻ നോമ്പ് ആരംഭിച്ചതോടെയാണ് ആശുറാ നോമ്പ് സുന്നത്തായി മാറുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആശുറാ നോമ്പ് ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും.